ഈ ഒരു പിന്നിയിരിക്കുന്ന കൊടിയിൽ നിന്ന് എത്ര രൂപയുടെ ആദായം കിട്ടുമായിരിക്കും? ഇതൊരു 1500 മുതൽ 2000 രൂപയുടെ ആദായം വരെ പ്രതീക്ഷിക്കും. 16 അടിയോളം പൊങ്ങിയിട്ടുണ്ട്. 16 അടി. എന്നാൽ ആ നിൽക്കുന്നത് 18 അടിയോളം പൊങ്ങി കഴിഞ്ഞു. ഇപ്പൊ തൈ വെക്കേണ്ട സമയമാണ്. മെയ് കഴിഞ്ഞ് നല്ല മണ്ണ് തണുത്ത് കഴിഞ്ഞാൽ, മഴ പെയ്ത് മണ്ണ് തണുത്ത് കഴിഞ്ഞാൽ തൈ വയ്ക്കാം. 1500 രൂപ വരെ കിട്ടിയ കൊടിയുണ്ട് ഇതിൽ. 1500 രൂപ. അതായത് 6.25 കിലോ പച്ച കുരുമുളക് പറിച്ച കൊടിയുണ്ട്. എത്ര ലക്ഷം രൂപയുടെ ആദായം കിട്ടും? അങ്ങനെ ഒരു കണക്കുകൂട്ടലോട് കൂടിയാണ് ഇപ്പൊ ചെയ്യുന്നത്. അങ്ങനെ വേണം ചെയ്യാനും. ഇവിടെ നിൽപ്പുണ്ട്, ഒരു വയസ്സായ തിരിയിട്ട് നിൽപ്പുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. നമുക്ക് വർഷം തോറും ഒരുമിച്ച് കുറെ പൈസ കിട്ടുന്നത്. അത് ഏരിയ എത്രയുണ്ട്, നമുക്ക് ആദായം എത്രത്തോളം വരുത്താൻ പറ്റും, ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും, അതിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ വരാം. ഇപ്പൊ 10 സെന്റ് ഉള്ളവനും നമുക്ക് ഒരു മാന്യമായ ആദായം ഉണ്ടാക്കിയെടുക്കാം. അന്ന് കഴുത്ത് കണ്ടിച്ചിട്ടാണ് എടുത്തുകൊണ്ടു. അല്ലെങ്കിൽ ആള് വീട്ടിൽ നിന്ന് മാറുമ്പോഴാണ് ഈ വാർത്തയിലൊക്കെ കേൾക്കണം. അതിനെ അപേക്ഷിച്ച് അത്ര പെട്ടെന്ന് ഇത് തോളിലെങ്കിലും വെച്ചുകൊണ്ട് അയലൊക്കെ ആരെങ്കിലും ഒക്കെ കാണും. ഇത് നമുക്ക് ഉയരവും കൂടെ ഉണ്ടെങ്കിലേ ആദായം കിട്ടുള്ളൂ. പിന്നെ നമ്മളെ കൊറ്റനാടൻ, അൻപിരിയൻ, കരിമുണ്ട, കൈരളി, കുമ്പക്കല്, തെക്കൻ വണ്ണ്. പക്ഷെ റബ്ബറിനേക്കാൾ ആദായം കുരുമുളകിൽ കിട്ടും, അത് ഉറപ്പാണ്. ഇത് ഇവിടെ നിന്ന് ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇതാണ്ടണ്ട, ഇത് തിരിയിട്ടു, മണി തിരിഞ്ഞു തുടങ്ങി, ഇത് പൂവായി, ഇത് മുട്ട ഇട്ടതേ ഉള്ളൂ. ഈ ഒരു പിന്നിയിരിക്കുന്ന കൊടിയിൽ നിന്ന് എത്ര രൂപയുടെ ആദായം കിട്ടുമായിരിക്കും? ഇതൊരു 1500 മുതൽ 2000 രൂപയുടെ ആദായം വരെ പ്രതീക്ഷിക്കാം. എത്ര അടി ഉയരമുണ്ട് ഇതിന് ഏകദേശം? ഞാൻ ഈ വെട്ടിവിട്ടിരിക്കുന്നത് കാല്, ഇതൊരു 16 അടിയോളം പൊങ്ങിയിട്ടുണ്ട്. 16 അടി. എന്നാൽ ആ നിൽക്കുന്നത് 18 അടിയോളം പൊങ്ങി കഴിഞ്ഞു. ഈ കൊടി 18 അടിയോളം പൊങ്ങി കഴിഞ്ഞതാണ്. ഇത് 18 അടി അല്ലേ? ഇതിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ കൊടിയുടെ വളർച്ചയ്ക്ക് നല്ല വെയിലും അതിന് വേണ്ടുന്ന പരിചരണവും കാറ്റും എല്ലാം സുഗമമായി കിട്ടുന്ന കൊടിയെ കയറുള്ളൂ. അല്ലാത്ത കൊടികൾ പമ്മി നിൽക്കുകയുള്ളൂ. നിന്നാൽ തന്നെയും അതിൽ ആദായവും കുറവായിരിക്കും. നല്ല വെയിൽ, നല്ല അകലത്തിൽ, ശരിയായ മതിയായ അകലത്തിൽ നടുകയാണെങ്കിൽ നമുക്ക് ചുവടെണ്ണം കുറവായിരിക്കും. ചുവടെണ്ണം കുറഞ്ഞിരുന്നാലും അത്രയും വളം കുറച്ച് മതി. പണിക്കൂലി കുറവാണ്, ആദായത്തിൽ കൂടുതലാണ്. നമ്മൾ അതാണ് കണക്കാക്കുന്നത്. ഇത് ഏതൊരു ഇനമാണ്? ഇത് കുമ്പക്കൽ തന്നെ. കുമ്പക്കലാണോ ഇപ്പം മികച്ചിരിക്കുന്നത്? കുമ്പക്കലും കൈരളിയൊക്കെ നല്ലതാണ്. അതായത് കൈരളിക്ക് തിരി എണ്ണം കുറവായിരിക്കും, തിരി നീളം കൂടുതലാണ്. തൂക്കത്തിൽ ശരാശരി രണ്ടിനും ഒരുപോലെ ആദായം കിട്ടും. ആദായം നോക്കുമ്പോൾ, എടുത്തു നോക്കുമ്പോൾ ആദായം രണ്ടിനും ഒരുപോലെ കിട്ടും. പക്ഷേ തിരി എണ്ണം കുറവായിരിക്കും. കുമ്പക്കലിന് ഇപ്പം ഇത് നോക്കിക്കൊള്ളണം. ഇത് ഇവിടെ നിന്ന് ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇതാണ്ടണ്ട, ഇത് തിരിയിട്ടു, മണി തിരിഞ്ഞു തുടങ്ങി, ഇത് പൂവായി, ഇത് മുട്ട ഇട്ടതേ ഉള്ളൂ. മൂന്നാമത്തെ. ഇത് ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞ്, ഇതിപ്പം ജൂണിൽ നിൽക്കുന്നേ ഉള്ളൂ. ജൂലൈ ആവുമ്പോഴേ ഇതിന്റെ ശരിക്ക് തിരി നിറഞ്ഞ് വീണ് കഴിയുള്ളൂ. അത് കഴിഞ്ഞേ ഇതിൽ മണിപിടുത്തവും കാര്യങ്ങളും ഒക്കെ ആവുള്ളൂ. ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ നമ്മളൊരു കൊടിയുടെ വീഡിയോ എടുത്താൽ അതൊരു കർഷകന് കാണുമ്പോൾ കണ്ണിൽ നിറവുണ്ടാവുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഇതിൻ്റെ ചരട് കറക്റ്റായിട്ട് നീണ്ട് വേണ്ട. അതിൻ്റെ നീളം നോക്കിക്കൊള്ളണം, ഇതിൻ്റെ നീളം നോക്കിക്കൊള്ളണം. ചരട് ഇത് ഇത്തിരി കൂടെ മുമ്പേ വീണതാണ്. നീണ്ടിറങ്ങുന്നതേ ഉള്ളൂ, വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് വീണതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിലൊക്കെ നോക്കിയാൽ അറിയാം. ഇത് മൊട്ടിച്ച് ഇങ്ങനെ മൊട്ട് വീണുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ വീണുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇപ്പോഴ് കണ്ടാൽ അത് ഒരു കൊടിക്ക് ഒരു ആദായമൊന്നും പറയത്തില്ല. ഇപ്പോഴ് തൈ വെക്കുന്ന സമയമല്ലേ? ഇപ്പൊ തൈ വെക്കേണ്ട സമയമാണ്. മെയ് കഴിഞ്ഞ് നല്ല മണ്ണ് തണുത്ത് കഴിഞ്ഞാൽ, മഴ പെയ്ത് മണ്ണ് തണുത്ത് കഴിഞ്ഞാൽ തൈ വയ്ക്കാം. ആദ്യമേ നമ്മൾ ഒരു കരുതലോടുകൂടി നല്ല മണ്ണ് തണുത്താൽ ഉടനെ വയ്ക്കുന്നതിനാണെങ്കിൽ അടിവളമൊക്കെ കൊടുത്ത് നമ്മൾ ഇളക്കിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ നമുക്ക് അടിവളം കൊടുത്ത് ചെയ്യാം. പക്ഷേ ഇനി ഇപ്പം ചെയ്യുന്ന കൊടികളിൽ നമ്മൾ അടിവളം ഇപ്പോൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. തൈ മണ്ണ് കിളച്ചിളക്കി ഇത്തിരി കുമ്മായ ഇടാൻ പറ്റുമെങ്കിൽ ഇട്ട് ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം അതിൻ്റെ പുളിപ്പ് കളഞ്ഞിട്ട് നമ്മൾ തൈ വെച്ചിട്ട് ഒരു 1/2 അടി 3/4 അടി മാറി വട്ടത്തിന് തോണ്ടിയിട്ട് വളം ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് അങ്ങ് മൂടി കൊടുത്താൽ മതി. അതാണ് നല്ലത്. ഈ മഴയും കൂടെ കിട്ടുമ്പോൾ അത് വേര് വന്ന് വളം എടുത്തോളും. നമ്മൾ വളം ഇട്ടിട്ട് പല കർഷകരും ഇങ്ങനെ പറയുന്നുണ്ട്, വളം ഇട്ടിട്ട് അതിൽ ചെടി വെച്ചു പെട്ടെന്ന് ഇതിലേക്ക്, അതായത് ഈ വേര് വളത്തിലോട്ട് ഇറങ്ങി, അത് നല്ലതല്ല. ആ ചെടിയുടെ വേരഴുകാൻ സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. വളം വേര് വന്നെടുത്തോണ്ടാൽ മതി. മണ്ണിൽ വളം പിടിക്കും, മണ്ണിൽ നിന്ന് വളം എടുത്തോളണം. അതാണ് അതിൻ്റെ കണക്ക്. ഇത് തന്നെ നിങ്ങൾ നോക്കിയോ, ഈ ഇട്ടിരിക്കുന്ന ചാണകമാണ്. ഇത് ചാണകമാണ്. ഇത് മണ്ണിൽ പിടിച്ചതിന് ശേഷം മണ്ണൊന്ന് വലിച്ചെടുത്തോളും. എന്താണ്ട ഇത് നോക്കിക്കോളാം, ഇത് ചാണകമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇത് മണ്ണിൽ നിന്ന് അങ്ങ് വളം എടുത്തോളും. ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതിനെ വെട്ടും കിളയും മറ്റു വലിയ ഭയങ്കര പണിയൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മഴ പെയ്തുകൊണ്ട് നല്ല മഴ സമയത്ത് ഈ കൊടിയുടെ ഇടയ്ക്ക് കയറി ചവിട്ടി നടക്കാൻ പോലും പാടില്ലാത്തതാണ്. കൊടിയുടെ അടുത്ത് അതായത് ഇതിൻ്റെ ഈ പൊടിവേര് വരുമ്പോഴത്തേക്ക് നമ്മൾ ചവിട്ടി തെറ്റിച്ച് അമർത്തി ഇതിൻ്റെ ഈ വേരിന് കേട് വരും. ആ കേട് ചെടിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് പണ്ടത്തെ പോലെ നല്ല ചാണകമല്ല. നമ്മൾ പണ്ട് കടലപ്പിണ്ണാക്ക്, പുളിയരി, പച്ചപ്പുല്ല് ഇതൊക്കെ കൊടുത്താണ് കന്നാലി വളർത്തി, വൈക്കോല്. ഇന്ന് അതല്ല, ഇന്ന് റെഡിമെയ്ഡ് ഫുഡാണ്.
ഈ ചാക്കിൽ കൊണ്ടുവന്ന് തിരിപ്പുണ്ണാക്ക് അതുപോലെ അതിലൊക്കെ ചേർക്കുന്ന പല സാധനങ്ങളും പൂപ്പൽ പിടിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഫംഗസ് വരാൻ സാധ്യതയുള്ളതാണ്. പണ്ട് നമുക്ക് വലിയ പരിചരണം ഇല്ലാതെ ആദായം കിട്ടുമായിരുന്നു കൊടി കൃഷിയിൽ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നല്ല രീതിയിൽ സംരക്ഷിച്ചില്ലെങ്കിൽ കൊടിക്ക് കേടാവും. ഇപ്പം നമ്മൾ ബിസിനസ് പോലെയാണ് കൃഷി ചെയ്യുന്നത്. ഒരു 100 മൂടായാലും 50 മൂടായാലും നമ്മളൊരു കണക്ക് കൂട്ടൽ നമ്മൾ ഇത്ര 50 മൂട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഏക്കറിൽ എത്ര ചെയ്യാൻ പറ്റും, അതിൽ നമുക്ക് ഒരു ചോട ഒന്നിന് എത്ര കിട്ടും, ആവറേജ് എത്ര കിട്ടും, എത്ര ലക്ഷം രൂപയുടെ ആദായം കിട്ടും, അങ്ങനെ ഒരു കണക്ക് കൂട്ടലോടുകൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ വേണം ചെയ്യാനും. അപ്പോൾ അതിന് ചെയ്യേണ്ട പരിചരണങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം. ന്യൂട്രിയൻറ്റ് കൊടുക്കേണ്ട സമയത്ത് ന്യൂട്രിയൻറ്റ് കൊടുക്കണം, കുമ്മായം കൊടുക്കേണ്ട സമയത്ത് കുമ്മായം കൊടുക്കണം, ജൈവവളം കൊടുക്കേണ്ട സമയത്ത് ജൈവവളം കൊടുക്കണം, പോളിയാർ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണമെന്നുള്ളവർക്ക് അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ സമയം നോക്കി കൊടുക്കണം. പോളിയാർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മഴ സമയത്ത് ചെയ്യാൻ പറ്റില്ല. തിരിയിടുന്നതിന് മുമ്പ് നമ്മൾ മുളവെല്ലാം പറിച്ച് തീർന്ന് ഒരു മെയ് മാസം ആരംഭത്തിൽ കിട്ടുന്ന വാക്കിന് ഒരു പോളിയാർ കൊടുക്കുന്നത് നല്ലതാണ് ചെടിക്ക്. അപ്പോൾ ഈ പോളിയാർ അങ്ങോട്ട് 1 or 2 പോളിയാർ ഒരു 15 ദിവസത്തെ ഇടവേള അനുസരിച്ച് ഒരു 2 പോളിയാർ കൊടുത്ത് നിർത്തിയിരുന്നാൽ വലിയ ചിലവൊന്നുമില്ല. 2 പ്രാവശ്യം കൂടെ കൊടുക്കുമ്പോൾ ഒരു ചെടിക്ക് 5 രൂപയുടെ ചിലവേ വരുള്ളൂ. പിന്നെ വേലക്കൂലി കൂലി കൊടുത്ത് ചെയ്യിക്കുന്നവർക്ക് ആ കൂലിയും കൂടെ ആവും. സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് ആ പ്രശ്നമില്ല, കൂലി ചിലവ് പ്രശ്നമില്ല. ഒരു 5 രൂപയുടെ ചിലവൊക്കെ വരുള്ളൂ. അങ്ങനെ ഒരു 2 ഇത് കൊടുത്താൽ കൊടി ഒന്ന് നല്ല ഉഷാറായി മഴ ചാറി വേരിറങ്ങി ഈ ജലാംശം വലിച്ചെടുത്ത് കൊടി അങ്ങോട്ട് തളുക്കാൻ തുടങ്ങിയാൽ നല്ല തിരിനീളവുമാണ്. നല്ലതുപോലെ തിരിയിടുകയും ചെയ്യും, നല്ലതുപോലെ വിളവ് കിട്ടും. ഇതിലൊന്നും ഇപ്പോൾ തിരി ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ടാ ആ കൊടി നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ തൊട്ട് അടുത്ത് നിൽക്കുന്ന ആ കൊടികൾ ഇതുകൊണ്ടാ തൊട്ടടുത്ത് അതിൽ തിരി മുമ്പേ വീണ് തുടങ്ങി. അതാണ് ആ തിരി നീണ്ടത്. അതിൽ തിരി നീളം കൂടുതലാണ്. ഇത് തിരി ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. കണ്ടില്ലേ ഇവിടുത്തെ അല്ലേ? തിരി ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാം ഒരുമിച്ച് അങ്ങനെ വരൂല. ചില ചെടികൾ ഇത്തിരി പതുക്കെ വരുള്ളൂ. അതിൻ്റെ ഒരു വ്യത്യാസം ഇതാണ്ട ഇതിൻ്റെ തിരി നീളം. അതാണ് ഈ 2 കൊടി ഇതാണ് കൈയെത്തുന്ന ഇത് അടുത്ത് പോയി എന്നുള്ള ഒരു സത്യമാണ്. ഇത് 2ഉം കൂടെ ഇതിൻ്റെ തിരി നീളം ഒന്ന് നോക്കിയാണ്. തിരി നീണ്ട് വരുന്നതേ ഉള്ളൂ. കണ്ട തിരി നല്ല നീട്ടമുണ്ട്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സമയം നിങ്ങൾ തിരി ഇത് ഒരു കൊടി കാണിച്ചാൽ ഒരു കർഷകന് തോന്നുന്നു ഇത്രയാണോ ഇതാണോ ഒരു കൊടിയുടെ വളർച്ചയെന്ന്, അല്ലെങ്കിൽ ഒരു തിരിയുടെ ഇതെന്ന് തോന്നും. പക്ഷേ ഇത് നോക്ക്, ഇത് വളർന്നോണ്ട് വരുന്നതേ ഉള്ളൂ. ഇത് കണ്ട ഈ മുട്ടിടുന്നത് ഈ മുട്ടിൽ താര് കാണാറായില്ല. താര് കാണണമെങ്കിൽ ഒരു 2 മാസം കൂടെ കഴിയണം. 2 മാസം കൂടെ കഴിയുമ്പോഴാണ് ഈ താരുകളെല്ലാം അതിൻ്റെ പാകത്തിന് വളർന്ന് അതിൽ ദണ്ടണ്ട. ഈ കുമ്പുക്കലിൻ്റെ ഒരു പ്രത്യേകതയാണിത്. നല്ല ഞെരുക്കമാണ്. അതിൻ്റെ ഈ മുട്ടുകളെല്ലാം മുളക് പിടിക്കാനുള്ളതാണ്, നിറഞ്ഞു വരുന്നതാണ്. കരിമണ്ടയിൽ ഇത്രയും ഞെരുക്കം വരൂല, ഇത്രയും തിരിനീളവും വരൂല. കരിമണ്ടയിൽ പല ഇനമുണ്ട്, നല്ലതും മോശമുണ്ട്. ചിലതിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നാമമാത്രം മണികളെ കാണുള്ളൂ. കുമ്പുക്കലിനെ അപേക്ഷിച്ച് അങ്ങനെ അപൂർവമായിട്ടേ സംഭവിക്കുള്ളായിരിക്കും. എനിക്ക് എൻ്റെ പറമ്പിലുള്ള ചെടികളിൽ അങ്ങനെ കുമ്പുക്കലിൽ മണിപിടുത്തമില്ലാത്ത കുമ്പുക്കലിൻ്റെ ചെടി എൻ്റെ കയ്യിലില്ല. ഒരു പക്ഷേ എനിക്ക് അന്ന് കിട്ടിയതിൻ്റെ ആദ്യ തുടക്കത്തിൽ കിട്ടിയത് അത്രയും നല്ല തൈ ആയതുകൊണ്ടായിരിക്കാം. എന്നെ സംബന്ധിച്ച് എനിക്ക് അത് അനുഭവപ്പെട്ടിട്ടില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കർഷകരോട് പറയുന്നത് ഈ കുമ്പുക്കൽ കുരുമുളക് തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ല. PVC-യിലിടാം, കോൺക്രീറ്റ് കാലിലിടാം, തണ്ട് വെയിറ്റ് കുറവാണ്. എന്നാൽ കയറിൽ കൊണ്ടുവന്ന് PVC-യിലോ സിമൻറ്റ് കാലിലോ ഒക്കെ ഇട്ടാൽ ഒരു പരമാവധി പോയാൽ 15 അടിയൊക്കെ ഇടുള്ളൂ. അതിൽ കൂടുതൽ അതിൽ ഇടാൻ പ്രയാസമല്ല. അതിന് നല്ല രീതിയിൽ പൈസ മുടക്കി സ്ട്രോങ് ആയിട്ടുള്ള കാലുകൾ തയ്യാറാക്കി അങ്ങനെ വന്നാലേ അത് ചെയ്യാൻ പറ്റൂ. പിടിച്ച് നിൽക്കൂലേ ഇപ്പം? വെയിറ്റ് കൊണ്ട് പിടിച്ച് നിൽക്കാത്തതല്ല, കയറ്റം കുറയും. അങ്ങനെ കൊടി കയറ്റവും കൂടെ വേണം. അതിൻ്റെ ഒരു വ്യത്യാസം. നമ്മളിപ്പം ഇതൊരു 10-12 അടിക്ക് താഴെ ആയിട്ടുള്ളൂ. ഇതിൽ പിടിക്കുന്ന 12 അടി പൊക്കത്തിന് പിടിക്കുന്ന ആദായത്തിന് അതിനൊരു ക്രമമുണ്ട്. പലരും ഇടുന്ന കാല് 12 അടി കാല്. ഇപ്പം തന്നെ എൻ്റെ അടുത്ത് 1-2 കർഷകർ പറഞ്ഞെന്ന് പറഞ്ഞാൽ 12 അടിയുള്ള കാല് വാർത്തു, 2 അടി കുഴിച്ചിട്ടു, 10 അടി പൊക്കത്തിന് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാനാണെന്ന്. ആ സ്ഥാനത്ത് അതൊരു 15 അടി പൊങ്ങിയ കൊടിയാണ്. ആ 15 അടി പൊക്കത്തിൽ ഒരേ കണക്ക് താരായില്ലേ? താര് ഇതുപോലെ താരും നീണ്ട് വെയിറ്റും ദണ്ടാക്കണം. താരിൻ്റെയൊക്കെ നീളം കണ്ട ഇതുപോലെ. ഇത് ആദായത്തിനാണ്. അപ്പം ഇത് നമ്മൾ ഇതുപോലെ ആയി വരുമ്പോൾ ഇത് നമുക്ക് ഉയരവും കൂടെ ഉണ്ടെങ്കിലേ ആദായം കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ചുവടെണ്ണം അടുപ്പിച്ചിടുമ്പോൾ നമുക്ക് അത്രയും ചുവട് കൂടുതൽ കിട്ടുമ്പോൾ ആദായം കിട്ടൂലേ എന്ന് തോന്നും. നമ്മൾ അത്രയും വളവും കൂടെ കൊടുക്കണം. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ സ്വതന്ത്രമായി കൊണ്ടുവന്ന് ഇതിനെ വളമിടാനോ അല്ലെങ്കിൽ ചവിട്ടാനോ നിൽക്കാനോ. ഇപ്പം ഇത് തന്നെ കണ്ട അല്പം മാറിപ്പോയാൽ ഈ 2ൻ്റെയും സെൻറ്ററിൽ നിന്ന് അല്പം മാറിപ്പോയാൽ അടുത്തതിൻ്റെ തടത്തിലാവും ചവിട്ട്, ഈ വളമിട്ടിരിക്കുന്നതിൻ്റെ മണ്ടയിൽ. അപ്പോൾ അവിടെ വേര് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ കർഷകരോട് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. എൻ്റെ അടുത്ത് ചോദിക്കുന്ന എല്ലായിടത്തും പറയും അകലം കൊടുത്ത് തന്നെ പണിയണം. ഞാനോ തെറ്റ് ചെയ്തു, അബദ്ധമായി പോയി. എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. ഞാനത് ഒരു ആവറേജ് നമ്മളെ ഇവിടുത്തെ ചൂട് കാലാവസ്ഥ എന്നുള്ള നിലയിലൊക്കെ ചൂട് പിടിച്ച് നിൽക്കാനൊക്കെ നല്ല കൊടിയാണിത്. ആൾക്കാർ പറയും ഇത് ചൂട് പിടിച്ച് നിൽക്കില്ല, അതാണ്. അതായത് വാട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ നന കൊടുക്കണം. നന കൊടുത്തൊക്കെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഇപ്പം ചില നമ്മുടെ ഈ മണ്ണിൽ കണ്ടാക്കണം ഒറ്റ വാരകത്തിന് എത്ര ചരളെന്ന് നോക്കിക്കൊള്ളണം. ഇത് മൊത്തം ചരളാണ്. എൻ്റെ ഭൂമിയിൽ നീര് പിടിച്ചു നിൽക്കാൻ നീർവാർച്ച കൂടുതലാണ്.
ചരല് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഭൂമിയിൽ ഇതാണ്ട് ഇതെല്ലാം നോക്കിക്കൊള്ളണം. ഇതിങ്ങനെ കിടക്കുന്നിടത്തെന്ന് പറഞ്ഞാൽ ചൂട് പെട്ടെന്ന് ഏക്കും. മണ്ണില്ല, മണ്ണ് കുറവാണ്. അപ്പോൾ ജലം വാർന്ന് പോയിട്ട് ചൂട് പെട്ടെന്ന് ഏക്കും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് വാട്ടം തോന്നിയാൽ നമ്മൾ അതിനെ നോക്കി കരിഞ്ഞു പോകാതെ ജലാംശമൊക്കെ കൊടുത്ത് അതിനെ സംരക്ഷിച്ചെടുക്കണം. അങ്ങനെ നിർത്തിയാൽ നമുക്ക് ഇത് ഭയങ്കര ലാഭമുള്ളൊരു കൃഷിയാണ്. ഏത് മാസമാണ് ഈ തൈ വെക്കാൻ കറക്റ്റ് സമയം? ജൂൺ മാസം തന്നെയാണ്. ജൂൺ മാസം, മെയ് അവസാനം, മെയ് 15-ന് ശേഷം മഴ പെയ്ത് മണ്ണ് തണുത്താൽ നമുക്ക് കൊടി വയ്ക്കാം. അതിന് ഞാറ്റുവേല തുടങ്ങിയില്ല എന്നും പറഞ്ഞ് അതിൻ്റെ ഡേറ്റ് ഒന്നും ആയില്ലെന്നും പറഞ്ഞ് പേടിച്ച് മാറിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. മണ്ണ് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ തൈ വയ്ക്കുക എന്നുള്ളതാണ്. തൈ വയ്ക്കുക ഈ മാസം ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ തൈ വയ്ക്കാൻ നല്ല മാസങ്ങളാണ്. ഇപ്പൊ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കൊടി പൊങ്ങി കയറി വരും. നമ്മൾ ഇപ്പോഴും ഒരു തൈ വെച്ച് ഇപ്പം വയ്ക്കുന്ന ഒരു വളം ഇടാതെ തൈ വെച്ചാലും കുഴപ്പമില്ല. തൈ അങ്ങോട്ട് വെച്ചിട്ട് കൊത്തി ഇളക്കി നല്ല രീതിയിൽ ഇത് ഇത്തിരി കുമ്മായിട്ട് ഇളക്കി തണുപ്പിച്ച് ഇത് മണ്ണിൻ്റെ അസിഡിറ്റി കളഞ്ഞിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലത്. എന്നിട്ട് നമ്മൾ ഇപ്പം മരക്കാലിൽ നിന്ന് അല്ലെങ്കിൽ ഏതാണോ PVC-ലൊക്കെ ആണെങ്കിൽ ചേർത്തിടാം, കോൺക്രീറ്റ് കാലിൽ ചേർത്തിടാം. മരത്തിലാണെങ്കിൽ ഒരു അല്പം മാറ്റിയിട്ട് ഒരു 6 ഇഞ്ചെങ്കിലും മാറ്റി, 6 ഇഞ്ചോ 9 ഇഞ്ചോ ഒരടി വരെയൊക്കെ മാറ്റാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ടൊരു ചെറിയ കമ്പ് വെച്ച് ചാരി അതിലോട്ട് കയറ്റി കൊടുത്താൽ മതി കാലിലോട്ട്. അത് പിടിച്ചോളും. പിന്നെ നമ്മൾ വട്ടത്തിന് തോണ്ടിയിട്ട് ഇത്തിരി വളം ഇട്ട് കൊടുക്കും. അത് തീരെ പൊടിയായതുകൊണ്ട് മണ്ണിനടിയിൽ തന്നെ തോണ്ടി വളം ഇടുന്നതിന് കുഴപ്പമില്ല. കൊടി വലുതായി കഴിഞ്ഞാൽ തോണ്ടി ഇടുന്നത് അത്ര നല്ലതല്ല. തോണ്ടി ഇടുമ്പോൾ വേര് പൊട്ടും, അതാണ് അതിൻ്റെ കാരണം. നമ്മൾ ഇപ്പോഴും അങ്ങനെ ഒരു വളവും കൊടുത്തു. പിന്നെ പോളിയാറൊക്കെ കൊടുക്കുന്നവർക്ക് പോളിയാർ കൊടുക്കുന്നതിന് കൊടി പൊങ്ങിയിട്ടല്ലേ കൊടുക്കുന്ന? അല്ല, കൊടി പൊങ്ങാനായിട്ടാ, വളർച്ചയ്ക്കാണ്. ഇലയിൽ കൂടി വളം കൊടുക്കുന്നത്. എന്നിട്ട് ഒരു സെപ്റ്റംബറിൽ ഒരു വളവും കൂടെ കൊടുക്കണം. ആ കൊടി കുമ്പക്കൽ കൊടിയെ ഏതാണ്ട് ഏറ്റവും മുമ്പേ കണ്ണി കാണിക്കുന്ന ഒരു കൊടി എന്ന് പറയുന്നത്, കണ്ണി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കൈമാറുണ്ടാവുന്ന കൊടിയാണ്. അതിന് കുമ്പക്കലാണ് ഏറ്റവും ബെസ്റ്റ്. ആദ്യം തുടക്കത്തിലെ കണ്ണി അടിക്കുന്ന ഒരു കൊടി എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടത്. ബാക്കിയുള്ള കൊടികളൊന്നും കണ്ണി അടിക്കില്ല എന്നല്ല, അതിന് കുറച്ചുകൂടെ പക്വത വരണം. അപ്പോൾ കുമ്പക്കല് തുടക്കത്തിലേ തന്നെ ഇതായി വരും. ഒരു 2 അടി കഴിയുമ്പോൾ തന്നെ വരും. ഒരു 6 മാസം ആകുമ്പോഴത്തേക്ക് കണ്ണി ആയിരിക്കും. മാന്യമായ പരിചരണം, വെട്ടം, വെളിച്ചം ഇതൊക്കെ കിട്ടുന്ന ഒരു കൊടിയാണെങ്കിൽ 6 മാസത്തിൽ അത് കണ്ണി ആയിരിക്കും. 6 മാസത്തിന് മുമ്പാവും. 8-ാം മാസത്തിന് മുമ്പ് ചരടിട്ട് കണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ 11 ഐറ്റം ഉണ്ടോ? 11 ഐറ്റം 3 വെറൈറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഡി ഗോൾഡ് എന്നൊക്കെ പറയുന്ന ഇനം, പിന്നെ സെക്കൻഡ് 2-ൻ്റെത്, കുതിരവാലി, ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ ഇനി വെച്ച് ആദായത്തിലെത്തിക്കണം. അപ്പം ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. ബാക്കി എൻ്റെ കയ്യിൽ 8 ഐറ്റം വരെ ഉണ്ട്. 8 ഐറ്റം എന്ന് പറഞ്ഞാൽ ആദായത്തിലെത്തിച്ചത്. 8 ഇനം എന്ന് പറയുന്നത് ഒരെണ്ണത്തിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. അത് നമ്മൾ നേരത്തെ ഇവിടെ നല്ല വള്ളിയായിട്ട് എനിക്ക് കണ്ട് ഞാൻ ഈ ഭൂമി വാങ്ങിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ വള്ളി താഴത്തെ പറമ്പിൽ കണ്ടതാണ്. താഴത്തെ പറമ്പിൽ ആദ്യമേ ഉണ്ടായിരുന്നു നമ്മളിവിടെ വരുമ്പോൾ. അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ വള്ളി കൊള്ളാവുന്നത് കൊണ്ട് ഞാൻ എടുത്തിട്ട് എനിക്ക് നല്ല ആദായം കിട്ടുന്നുണ്ട്. അതിൻ്റെ ഏതിനമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊന്ന്. പിന്നെ നമ്മളെ കൊറ്റനാടൻ, അൻപിരിയൻ, കരിമുണ്ട, കൈരളി, പെപ്പർ, ഇത് കുമ്പക്കല്, തെക്കൻ വണ്ണ്, പിന്നെ തെക്കൻ വണ്ണും വേറെ 1-2 ഇനം ഉണ്ട്. അതിന്റെ പേരുകൾ എനിക്ക് അത്ര കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. വിജയ് കൊണ്ടുവന്നു, അത് എനിക്ക് കിട്ടിയില്ല. അത് പോയെൻ്റെ കയ്യിൽ നിന്ന്. പോയെന്ന് പറഞ്ഞാൽ അടമഴയത്ത് കൊണ്ടുവന്ന് വെച്ച് എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, ഞാൻ അപ്പോഴ് അത് പിടിച്ചോളുമെന്ന് ധരിച്ചു. പക്ഷെ അത് എനിക്ക് കിട്ടിയില്ല. ഈ കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിന്റെ തൈയൊക്കെ കൊടുക്കുന്നത് കുഴപ്പമില്ലല്ലോ. തൈ കുറച്ചൊക്കെ ആണെങ്കിൽ ഞാൻ കൊടുക്കും. അവർക്ക് ആഗ്രഹത്തിൽ ഒരു ഇനം വേണമെന്ന് ആഗ്രഹിച്ചു വരുവാണെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും. ഉള്ള ഇനമാണെങ്കിൽ കൊടുക്കും. പിന്നെ കർഷകർക്ക് അങ്ങനെയല്ലേ കർഷകരെല്ലാം ഇത് പകർത്തി കൊണ്ടുപോകുന്നത്. കൃഷി വ്യാപിപ്പിക്കുന്നത് അങ്ങനെയല്ലേ. വിത്തുള്ളവനെ വിത്ത് കൊടുക്കാൻ പറ്റൂ, അത് കൊടുക്കണം. വിത്തുള്ളവൻ വിത്ത് കൊടുത്താലേ അത് വിത്ത് വ്യാപകമായിട്ട് ഉണ്ടാക്കിയെടുത്ത് നാടിന് നമുക്ക് ഗുണമാവുള്ളൂ. ഈ ഒരു സമയം കറക്റ്റാണ്. ഇപ്പോഴും തൈ വയ്ക്കാൻ എല്ലാവർക്കും കൊടിയാക്കി എടുക്കാൻ പറ്റിയ സമയമാണ്. കാരണം നല്ലതുപോലെ വേര് പിടിച്ച് ഇപ്പം ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 6 മാസം കൊണ്ട് 6 മാസം വരെ മഴ കിട്ടും. മണ്ണിന് പ്രത്യേകിച്ച് നനവ് നമ്മൾ കൊടുക്കണ്ട. ഈ 6 മാസം കൊണ്ട് നമ്മൾ നന്നായിട്ട് വളവും കാര്യങ്ങളും സംരക്ഷണവും കൊടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഇത് കണ്ണിയാവും. ഒരുവിധം ചൂട് വേരൊക്കെ പിടിച്ച് നല്ല ബലമാവും. അത് കഴിഞ്ഞ് നമ്മൾ ഇത്തിരി നനയൊക്കെ കൊടുക്കേണ്ടി വരും. നനയൊക്കെ കൊടുത്ത് സംരക്ഷിച്ചെടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം കറക്റ്റായിട്ട് അതിൽ ഇത്തിരി നമുക്ക് ഒരുപാടൊന്നും കിട്ടില്ല. ഒരു 250 ഗ്രാം വീതം, ചിലപ്പോൾ ഒരു 1/2 കിലോയ്ക്ക് താഴെ, 100 ഗ്രാം മുതൽ എന്തായിരുന്നാലും ഒരു തിരിയും ഇടാത്ത ഒരു കൊടിയും കാണൂല. നല്ല സംരക്ഷണം കിട്ടുന്ന കൊടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചില കർഷകർ കഴിഞ്ഞ വർഷം എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ട് കൊടി വെച്ചിട്ട് അയാൾ പിന്നെ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ലടേന്ന്.
ഇത് സത്യത്തിൽ സംഭവിച്ചത് ഇതാണ്. അദ്ദേഹം വളരെ ആഗ്രഹിച്ചൊക്കെ ചെയ്തതാണ്, പക്ഷേ സമയക്കുറവാവാം. അപ്പം അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. അങ്ങനെ മുളക് പറിക്കാൻ പറ്റില്ല. കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു വരുന്നവർക്ക് കുറച്ച് തൈ കൊടുക്കാനൊക്കെ കുറച്ച് 5-6 തൈയൊക്കെ കൊടുക്കാനുണ്ടാവും. ഉണ്ടാവും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. എൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ കൊടുക്കും, ഉള്ളപ്പോഴേ കൊടുക്കും. ഇവിടെ 4 ഈറ്റാക റബ്ബറും 4 ഈറ്റാക വേറെ അങ്ങനെ അധികമായിട്ട് കുരുമുളക് കൃഷിയിൽ ശ്രദ്ധിക്കുന്നവരില്ല. അതാണ് അതിന്റെ കാര്യം. ഇവിടെ തോട്ടത്തിൽ നിന്നുള്ള തൈയായിട്ട് എടുത്ത് കൊടുക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ഈ നല്ല കൊടിയിൽ നിന്നുള്ള തൈയൊക്കെ അത്രേ ഉള്ളൂ, വേർതിരിച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരുപാട് അങ്ങനെ ഒന്നും തൈ ഉൽപ്പാദിപ്പിക്കുന്നുമില്ല. നമ്മൾ അങ്ങനെയൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല, കുറച്ചൊക്കെ കൊടുക്കും ഉള്ളത്. അതാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്ത് തൈ നട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം ഇപ്പൊ ഈ തിരിവി എടുത്തില്ല, ഇത് പൊങ്ങത്തേ ഉള്ളൂ അല്ലേ? തൈ വെക്കുമ്പോഴേ തൈ പൊങ്ങി വന്ന് തൈ വളർന്നു വന്ന് കണ്ണിയൊക്കെ ആയി. ഇവിടെ നിപ്പുണ്ട്, 1 വയസ്സായ തിരിയിട്ടത് നിപ്പുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അടുത്ത വർഷം ഈ ഒരു സമയമാണ് കറക്റ്റ് തിരിവായി. ഇതുപോലെ തിരി വരുന്ന സമയത്ത് എന്തായിരുന്നാലും ഒരു തിരിയെങ്കിലും ഇടാത്ത ഒരു ചെടി കാണൂല. നല്ല പണി ചെയ്ത് എത്ര അടി പൊങ്ങുമായിരിക്കും തൈ? എന്റെ കണക്കിന് 7 അടിക്ക് മേളില്, ശരാശരി 6 അടി പൊങ്ങും. ഒരു വർഷത്തിൽ 6 അടി പൊങ്ങും. 6 അടി പൊങ്ങും. 6 അടി മുതൽ 8 അടി വരെ പൊങ്ങും. 8 അടി വരെ പൊങ്ങിയ കൂടി വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരും. കഴിഞ്ഞ വർഷം ഇട്ടത് നമ്മൾ സംരക്ഷണം കൊടുത്തേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ കൃഷി ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്യണം. നമ്മൾ ഈ കൊടി നമ്മളോട് സംസാരിക്കുന്നില്ലെങ്കിലും നമ്മൾ കൊടിയുടെ മൂട്ടിൽ നിന്ന് വന്ന് കണ്ടിട്ട് ഇത് കൊള്ളാലടെ, ഇതിനല്ലെങ്കിൽ ഒരു ഇലയിൽ പുഴു വീണു എന്ന് നമ്മൾ മനസ്സുകൊണ്ട് സംസാരിക്കുമ്പോൾ അതും നമ്മളോട് സംസാരിക്കും. അതിൻ്റെ ഇല അനങ്ങും. നമ്മൾ മനസ്സിൽ അതിനോട് സംസാരിക്കുമ്പോൾ, മനസ്സിൽ സംസാരിച്ചാലും മതി, ശബ്ദം വേണ്ട. പക്ഷെ ആ കൊടിയുടെ ഏതെങ്കിലും ഒരു ഇല അനങ്ങി നമ്മളെ കാണിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. കൃഷി നമ്മളെയും സ്നേഹിക്കും, നമ്മൾ കൃഷിയെയും സ്നേഹിക്കണം. കർഷകൻ അങ്ങനെയാണ്. നമ്മളെ സാന്നിധ്യം, നമ്മൾ ഇതിന് മൂട്ടിൽ കൂടെ വന്ന് ഒന്ന് കറങ്ങി, ഒന്ന് കണ്ട്, ഇലയിലൊന്ന് തൊട്ട്, ഒന്ന് ഇങ്ങനെ ഒരു നോട്ടമൊക്കെ നോക്കി, അപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന ഈ വായുവിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ എന്തോ നമ്മൾ ശ്വസിച്ചിട്ട് വിടുന്ന അത് ചെടിക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം ഏത് ചെടിയിലാണ് നോക്കി, മനുഷ്യൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് ആ ചെടിക്ക് വളർച്ച കൂടുതലായിരിക്കും, ആദായവും കൂടുതലായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്കറിയാം, കർഷകനറിയാം. അതങ്ങനെയാണ്. നമ്മൾ അതിൻ്റെ മൂട്ടിൽ ചെല്ലണം. എന്നും ചിലപ്പോൾ ചെല്ലാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പറ്റുന്നിടത്തോളം അതിൻ്റെ മൂട്ടിൽ കൂടെയൊക്കെ ഒന്ന് നടന്നു, അതിലൊന്ന് തൊട്ട് തലോടി, നമ്മളതിനോട് നമ്മളിപ്പം നടന്നു പോകുമ്പോൾ നമ്മളൊന്നും പറയണ്ട, എന്നാലും നമ്മളിങ്ങനെ ഇലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്നിങ്ങനെ തൊട്ട് തലോടി വരുമ്പോൾ ആ കൊടിക്ക് നമ്മൾ കൊടിയെയും സ്നേഹിക്കുന്നത് ഇതാണ്. പക്ഷെ കൊടിക്ക് പറയാൻ അറിഞ്ഞൂടാ, നമുക്ക് പറയാനറിയാം. രണ്ടാമത്തെ വർഷമൊക്കെ ആകുമ്പോൾ എത്ര അടി ഉയരത്തിൽ എത്തിക്കാൻ പറ്റുമായിരിക്കും? ഒരു 8 മുതൽ 10 അടി വരെ പോകും. നല്ല വളവും കാര്യങ്ങളും കൊടുത്ത് നമ്മൾ എടുക്കാം. മാന്യമായിട്ട് 10 അടിക്ക് മേളിലൊക്കെ പോകും. 10 അടി. ഞാനിവിടെ ഈ കൊടിയൊക്കെ എനിക്ക് 12 അടി 13 അടിയൊക്കെ പൊങ്ങിയതാണ്. ഇതല്ലേ? ഇതിപ്പോ 3 വയസ്സ്, മെയ്യിൽ 3 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് മാന്യമായിട്ട് ആദായം കിട്ടിയതാണ്. 1500 രൂപ വരെ കിട്ടിയ കൊടിയുണ്ട് ഇതിൽ. 1500 രൂപ. അതായത് 6.25 കിലോ പച്ച കുരുമുളക് പറിച്ച കൊടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കൃത്യമായിട്ടും നമുക്ക് ഇത് പണി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദായം കിട്ടും. നമ്മൾ ഈ കൃഷി ചെയ്യുന്നതിനായിട്ട് മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. കർഷകർ ഇറങ്ങണം, കൃഷിയിലേക്ക് ഇറങ്ങണം. നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഒരു വർഷം ചിലപ്പോൾ കാലാവസ്ഥയുടെ മോശം കൊണ്ടൊക്കെ ചിലപ്പം ഇത്തിരി വിളവ് കുറഞ്ഞാലും പിറ്റേ വർഷം നമുക്ക് കിട്ടും. നമ്മൾ വേറൊരു തരത്തിൽ ഇപ്പം കണ്ട എത്രയോ ആൾക്കാർ ഭാര്യയും ഭർത്താവും ജോലി ചെയ്തിട്ട് ആ പൈസ കിട്ടിയ പെൻഷനായി കിട്ടിയ ആ സമയത്തുള്ള പൈസകൾ കൊണ്ട് ചെന്ന് ബ്ലേഡ് കമ്പനിയുടെ വായിക്കകത്ത് വെച്ച് കൊടുത്തിട്ട് ഇപ്പം ഒരു പൈസ ഇൻട്രസ്റ്റും ഇല്ല, മുതലും ഇല്ല, മേടിച്ചവരെവിടെയാണെന്ന് അറിയത്തുമില്ല, കരഞ്ഞും വിളിച്ച് നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഞാൻ അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നതിനേക്കാളും കുറച്ച് ഭൂമി മേടിച്ചിട്ട് കൃഷി ചെയ്താൽ, കൃഷിയിൽ നമ്മൾ പണി ചെയ്തേ പറ്റുള്ളൂ, പക്ഷെ പണി ചെയ്താൽ നമുക്ക് വർഷം തോറും ഒരുമിച്ച് കുറേ പൈസ കിട്ടുന്നത്. അത് ഏരിയ എത്രയുണ്ട്, നമുക്ക് ആദായം എത്രത്തോളം വരുത്താൻ പറ്റും, ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും, അതിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ വരാം. ഇപ്പോൾ 10 സെന്റ് ഉള്ളവനും നമുക്ക് ഒരു മാന്യമായ ആദായം ഉണ്ടാക്കിയെടുക്കാം. അത് വർഷത്തിൽ ഒരുമിച്ച് കിട്ടുന്ന പൈസയാണ്. നമ്മൾ ജോലി ചെയ്യണം, വേറെ വെളിയിലും നമ്മൾ ഒരു ജോലി, എല്ലാ മനുഷ്യനും ജോലി വേണം. ഇതിന്റെ കാര്യങ്ങളും നോക്കണം, മറ്റു ജോലികളുണ്ടെങ്കിൽ. എൻ്റെ ഈ കൃഷി ചെയ്തതിൽ ഞാൻ മനസ്സിലാക്കിയ, എനിക്ക് അനുഭവപ്പെട്ട ഒരു പാഠം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഈ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തിട്ട് പെൻഷനായ ആൾക്കാരാണ് ഈ കൃഷിയിലേക്ക് വരുന്നത്. ഇപ്പോഴത്തെ പുതുതലമുറയേക്കാൾ കൂടുതൽ കൃഷിയെ സ്നേഹിക്കുന്നത് കൂടുതലും പോലീസുകാരാണ്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഈ പേരെടുത്ത് പറയാൻ പറ്റും. എനിക്ക് അടുത്ത വർഷം പെൻഷൻ ആവാനിരിക്കുന്ന ഒരു സാറ്, സുരേഷ് എന്ന് പറഞ്ഞുകൂടെ, മുല്ലക്കരയുള്ള ഒരു സാറ്, അദ്ദേഹം ഇവിടെ വന്ന് കണ്ട് എടുത്ത് പോയി. അദ്ദേഹം ഇപ്പൊ ഈ വർഷം മുതലേ ആഴാന്ത തൈ വെച്ചു.
അടുത്ത വർഷം പുള്ളിക്ക് കൊടിയിടാനാണ്. അതുപോലെ പ്രസാദ് സാറ്, അങ്ങനെ ഒരുപാട് പേര്, പേരെടുത്ത് പറയാൻ പറ്റുന്ന എനിക്ക് ഒരുപാട് പേര് ഞാൻ പരിചയപ്പെട്ടതിൽ മൊത്തം കൂടുതലും പോലീസുകാരാണ് ഈ കൃഷിയിലേക്ക് വരുന്നത്. കാരണം അവർ ചുമ്മാ ഇരുന്നവരല്ല, ഡിപ്പാർട്ട്മെൻറ്റുകാരായിട്ട് അവർ നല്ലതുപോലെ പണിയെടുത്ത് ശരീരത്തിന് വ്യായാമമായിട്ട് അവർ നല്ലതുപോലെ എപ്പോഴും ഊർജ്ജസ്വലരായിട്ടിരുന്നവരാണ്. അവർക്ക് ആ ഊർജ്ജം നിലനിർത്തണമെങ്കിൽ, അവരുടെ ശരീരത്തിൻ്റെ ആ ഉഷാറ് നിലനിർത്തണമെങ്കിൽ അവരെപ്പോഴും ജോലിയിൽ വ്യാപൃതരായിരിക്കണമെന്നാണ് ഞാൻ പഠിച്ച ഒരു അനുഭവം. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഈ മറ്റേത് മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരും കൂടുതലും ഇരുന്ന് പണിക്കാരാണ്. പോലീസുകാർ അങ്ങനെയല്ല. പോലീസുകാർ എപ്പോഴും നിന്നും അപൂർവമായിട്ടേ അവർക്ക് ഇരുന്നുള്ള പണി വരുന്നുള്ളൂ. അവർക്ക് എപ്പോഴും അല്ലാത്ത ശാരീരികമായിട്ട് അനങ്ങിയും ഓടിയും നടന്നും അങ്ങനെ ശരീരം എപ്പോഴും നല്ല വർക്കായിരിക്കുന്ന ആ ലെവലിൽ അവർ ജീവിച്ച് അവരുടെ ജീവിതം ഒരു കരയ്ക്കെത്തിച്ച് അവർ വിശ്രമ ജീവിതമായിട്ട് അവർക്ക് പെൻഷൻ ആവുമ്പോൾ അവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അവർക്ക് ഒരു വൈഷമ്യമാണത്, ശാരീരികമായിട്ട് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും. അതുകൊണ്ടായിരിക്കാം അവർ കൃഷി തിരഞ്ഞെടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സമയം കണ്ട് എപ്പോഴും വേണമെങ്കിലും അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അത് അങ്ങനെയാണ്. ഉദ്യോഗസ്ഥരാണ് ഏറ്റവും കൂടുതൽ ഈ കൃഷിയിലേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ ഇനി ഇപ്പോൾ പിന്നെ പ്രവാസികൾ വരുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു പ്രവാസി എൻ്റെ അടുത്ത് പറഞ്ഞത്, അദ്ദേഹം 50 വർഷമായി വിദേശത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, ചെറുപ്രായത്തിൽ പോയതാണ്. ശരിക്കും നാട്ടിൽ നിന്ന് കുടുംബജീവിതം ശരിക്കും ആസ്വദിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ലെന്നാണ്. 2 മക്കളുണ്ട്, കുടുംബമുണ്ട്, കുറേ ഭൂമി സമ്പാദിച്ചു, പൈസയും ഉണ്ട്, പുള്ളിയുടെ അക്കൗണ്ടിൽ പൈസയും ഉണ്ട്. പക്ഷെ ഇതുവരെ ഒരു കുടുംബജീവിതം കിട്ടിയില്ല എന്നാണ്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറ് ഒരു കാര്യം ചെയ്യും, ഇനി വിശ്രമ ജീവിതവും കൃഷിപ്പണിയായിട്ട് അത് നാട്ടിൽ സാറിനെ കൊണ്ട് പറ്റുന്നത് സാറ് ചെയ്താൽ മതി. പറഞ്ഞ് ചെയ്യിക്കുന്നതും നടന്നും എടുത്തും സാറ് റോട്ടിൽ കൂടെ നടക്കണ്ട. കൃഷിഭൂമി മേടിച്ച്, ഭൂമി ഉണ്ടല്ലോ, അപ്പോൾ കൃഷിഭൂമിയിൽ കൂടെ നടക്ക്. അപ്പം വരുമ്പോഴത്തേക്ക് ഒരു ചെടിയുടെ ഇല മടങ്ങിയിരുന്നു, അല്ലെങ്കിൽ അതിലൊരു വണ്ടിരുന്നു, അതിനെ ഒന്ന് തൂത്ത് ഇങ്ങനെ ഒന്ന് തട്ടിക്കളഞ്ഞു. അപ്പം അതിനോട് നമുക്ക് ഒരു സ്നേഹം വരും. ആ സ്നേഹം അത് തിരിച്ച് നമുക്ക് ആദായമായിട്ട് വളർന്ന് അത് തിരിച്ചു തരും. സന്തോഷം. ഈ കൃഷിയിൽ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമാണ്. അത് കർഷകർക്കേ അറിയത്തുള്ളൂ. കൃഷിയായിട്ട് അത് അതിലേക്ക് ഇറങ്ങിയാലേ അറിയത്തുള്ളൂ. റബ്ബർ പൊതുവെ പോയല്ലോ, ഇപ്പം റബ്ബർ പോയെന്നൊന്നും പറയത്തില്ല. ഇപ്പൊ ഗവൺമെന്റ് ഇപ്പം താങ്ങുവില 250 എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്ക് കുറേയൊക്കെ ചിലപ്പം റബ്ബറും വേണം. റബ്ബർ വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. റബ്ബർ ഈ 250 രൂപ വിലയാണെങ്കിൽ ഒരു തെറ്റില്ലാത്ത ആദായമാണ്. പക്ഷേ നമ്മൾ അപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, വെട്ടുകാരൻ വെട്ടിയ പാലെടുക്കില്ല. അയാൾ വന്ന് വെട്ടിയിട്ടിട്ട് അങ്ങ് പോവേ ഉള്ളൂ. പാലെടുത്താലും കൊള്ളാം, അത് സംരക്ഷിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും ഇല്ല, വെട്ടിയാൽ പൈസ. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ റബ്ബറിനെ. പിന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുള്ളവർ, അറിവുള്ളവരുണ്ട്, റബ്ബർ വെട്ടൊക്കെ അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട്. അവർ സ്വന്തമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ചൊക്കെ ആണെങ്കിൽ അവർ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ലാഭവും. റബ്ബർ എന്നാലും കുരുമുളക് പോലെ ലാഭം വരും. ഒരു വർഷ കാലയളവിൽ ഇപ്പോൾ വെട്ടാൻ പറ്റുന്നില്ലല്ലോ. ഒരു വർഷം 100 വെട്ടൊക്കെ കിട്ടും, അതിലൊരു 80 വെട്ടൊക്കെ ആദായം കിട്ടും. ജനുവരിയിൽ ഈ കാണുന്ന മരമൊക്കെ ജനുവരിയിൽ വെട്ട് നിർത്തിയതാണ് ഈ തോട്ടം. ഇപ്പം ജൂൺ തീരാറായി, ഇതുവരെ കത്തി വെച്ചില്ല. അപ്പോൾ മാസം എത്ര പോയെന്നു? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, 4 മാസം കഴിഞ്ഞ് ജൂൺ തീരാൻ പോകുന്നു. അപ്പോൾ 5 മാസം കത്തി വെച്ചില്ല. ഇനി മഴക്കാലം കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഇനിയിപ്പോൾ തോരുമ്പോഴത്തേക്ക് ഓണത്തിന് മുമ്പ് ആരംഭിക്കും. ഇനിയിപ്പോൾ അടുത്ത മാസം ജൂലൈയിൽ അധികം വെട്ട് കിട്ടൂല. പിന്നെ 1-2 ദിവസമൊക്കെ തെളിക്കും, പിറ്റേന്ന് മഴ, അങ്ങനെ അങ്ങ് പോകും. ജൂലൈ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ കിട്ടും. അപ്പോൾ ഓണത്തിന് അപ്പോഴും വെട്ടുകാരൻ ചാടി ഇരിക്കും. ഈ ബോണസ് എന്നും പറഞ്ഞ് എന്തെങ്കിലും എത്തിപ്പോലും കിട്ടുമല്ലോ. അത് കഴിയുമ്പോൾ പിന്നെ അവനും തുടങ്ങും. അപ്പോൾ കാലവർഷവും തുടങ്ങും, തുലാവർഷം തുടങ്ങും. പിന്നെ കിട്ടുന്ന എപ്പോഴാണ്? ഡിസംബർ, ജനുവരിയിൽ കുറച്ച് വെട്ട് കിട്ടും. അത്രേ കിട്ടൂ. എല്ലാം കൂടെ ഒരു 100 വെട്ട്. 100 വെട്ടിൽ ഒരു 80 വെട്ട് ആദായം, കുറച്ചും കൂടിയൊക്കെ ആയിട്ട് നല്ല ആദായമുള്ള വെട്ട് കിട്ടും. 20 വെട്ട് പോവും. അതുകൊണ്ട് റബ്ബർ ആദായം അല്ലെന്നല്ല, റബ്ബർ ഭൂമിയിൽ മനുഷ്യനുള്ളിടത്തോളം കാലം വാഹനം, മറ്റ് എല്ലാ റബ്ബർ ഉൽപ്പന്നങ്ങൾ മനുഷ്യന് ആവശ്യമായതുകൊണ്ട് റബ്ബർ വേണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ റബ്ബറിനേക്കാൾ ആദായം കുരുമുളകിൽ കിട്ടും, അത് ഉറപ്പാണ്. ഇവിടെ ഇപ്പം കുറച്ച് മാത്രം റബ്ബറൊക്കെ ഉള്ളവർ ഇപ്പം കുരുമുളകും കൂടെയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേനലിൽ പണിയില്ല. ജനുവരി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആദായം, അല്ലെങ്കിൽ ജനുവരി മുതലാണ് കുരുമുളകിൻ്റെ ആദായം. വെട്ട് കഴിഞ്ഞാൽ രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ വെട്ടിൻ്റെ പണി അങ്ങ് തീരും. പിന്നുള്ള സമയം ഇത് ചെയ്യും, വിളവെടുപ്പ്. ആ സമയത്ത് വേറെ പണിയൊന്നുമില്ല, ഈ വിളവെടുക്കുന്ന പണിയുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ആയതെന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറിച്ചുകൊണ്ട് കൊടുത്താലും അപ്പോഴേ എടുത്തിട്ട് പൈസ കിട്ടും. ഉണക്കാൻ പറ്റാവുന്നവർ ഉണക്കിയാൽ മതി, പറ്റാത്തവർ ഉണക്കണ്ട. നമ്മൾ ശരാശരി നോക്കുമ്പോൾ ഇപ്പം ഒരു കിലോ ഉണക്കമുളക് ഉണക്കിയെടുത്ത് വരുന്ന ചിലവ് കണക്കാക്കുമ്പോൾ ഒരു 10-30 രൂപ വരും. 30 മുതൽ 50 രൂപ വരെ. അതിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഒരു 30 രൂപയൊക്കെ ആവുള്ളൂ. അളവ് കുറവാണെങ്കിൽ നമ്മളൊരു കൂലി കണക്കാക്കുമ്പോൾ ഒരു 50 രൂപ വരെയൊക്കെ പോകും. ആ 50 രൂപ നമുക്ക് ഈ പച്ച വിൽക്കുമ്പോൾ കുറവ് വരും. കാരണം ഇത് അവർ ഉണക്കിയെടുത്ത് വേണം. ഈ മേടിക്കുന്നവർ ഉണക്കി, ഇത് എടുക്കുന്നവൻ ചിലപ്പോൾ ഉണക്കുന്നവനായിരിക്കില്ല, അവൻ വേറെ കൊടുക്കുമ്പോൾ അവൻ 5 രൂപ കിട്ടണം കിലോയുടെ പുറത്ത്, അല്ലെങ്കിൽ 10 രൂപ കിട്ടും. അപ്പം അതും പിന്നെ ഈ ഉണക്കുന്നവൻ മേടിക്കുമ്പം അവനിത് ഉണക്കി വരുമ്പോൾ അവന് വല്ലതും കിട്ടണം.
അപ്പം മേടിക്കാനും പോയിട്ട് ഒന്ന് മുളക് ഉണക്കാൻ സമയം കിട്ടൂല. അപ്പം ഓരോ കൂലിക്ക് ഒരാളിനെ വയ്ക്കണം. അപ്പം അതും കൂടെയൊക്കെ കണക്കാക്കിയാണ് അവർ മേടിക്കുന്നത്. അപ്പം ആ ഒരു കുറവ് ഇതിൽ വരുമെന്നുള്ളതേ ഉള്ളൂ. എന്നാലും പച്ചയ്ക്ക് കൊടുത്തിരുന്നാലും ഉള്ള പൈസ കൈ കിട്ടും അതാത് സമയത്ത്. എല്ലാ ദിവസവും ഒരു വില ആയിരിക്കില്ല, ഏറ്റക്കുറച്ചിലൊക്കെ വരും. അതിപ്പോൾ ഉണക്കിയിരുന്നാലും വരും. ഉണക്കയിൽ ഒരു 10 രൂപ കുറയുക കൂടുക ചെയ്യുന്നത് പോലെ അല്ല പച്ചയിൽ 10 രൂപ കുറയാൻ കൂടുതൽ. പച്ചയിൽ ഒരു 3 കിലോ ഉണങ്ങിയാലേ 1 കിലോ ഉണക്ക കിട്ടുള്ളൂ. 3 കിലോ പച്ച ഉണങ്ങും അപ്പം 30 രൂപയാണ്. ഉണക്കയിൽ 10 രൂപ തന്നാൽ 1 കിലോയ്ക്ക് 10 രൂപ തന്നാൽ ആ 10 രൂപയുടെ കുറവേ വരുള്ളൂ. ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഉണക്കയാണെങ്കിൽ നമുക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോൾ കൊടുത്താൽ മതി. നമുക്ക് അത്യാവശ്യം ചിലവൊക്കെ കഴിഞ്ഞ് പോകാൻ മാർഗം ഉണ്ടെങ്കിൽ അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. നമുക്കൊരു മുതലാണ്, ബലമാണ്. നമ്മൾ സ്വർണം സൂക്ഷിക്കുന്നതും അപകടമാണ്. അതിനേക്കാളും സുരക്ഷിതത്വമാണ് കുരുമുളക്. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കള്ളന്മാരൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? വന്ന് കഴുത്ത് കണ്ടിച്ചിട്ടാണ് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആളെ വീട്ടിൽ നിന്ന് മാറുമ്പോഴാണ് ഈ വാർത്തയിലൊക്കെ കേൾക്കണം. അതിനെ വഴിച്ച് അത്ര പെട്ടെന്ന് ഇത് തോളിലെങ്കിലും വെച്ചുകൊണ്ട് പോകും, അതിലൊക്കെ ആരെങ്കിലും ഒക്കെ കാണും എല്ലാവരും ഇങ്ങനെ ചുവന്നുകൊണ്ട് പോകണമുണ്ട്. അപ്പം അതുകൊണ്ട് അതിനേക്കാളും സുരക്ഷിതത്വമാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അങ്ങനെയൊക്കെ പലതും ചിന്തിച്ചാൽ അങ്ങനെയൊന്നും നമുക്ക് ഒരുപാട് പറയാൻ വരും. അതൊന്നും വേണ്ട. കൃഷി ലാഭമൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ കൃഷിയാണ് എന്നെ രക്ഷിച്ചതും ഞാൻ പ്രതീക്ഷയോടെ ജീവിക്കുന്നതും. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇത് കാണുന്നത്, ഇതിൻ്റെ മൂട്ടിൽ കൂടെ നടക്കുന്നത്, ഇതിൻ്റെ ആദായം എടുക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര നിറവാണ്. അതൊന്നും നമ്മൾ വില കൊടുത്താൽ കിട്ടുന്നതല്ല. ക്ഷമ വേണം. കൃഷി ചെയ്യുന്നതിന് ക്ഷമ വേണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്.